ഗുഡ് ഈവനിങ് ആൾ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊസിഷനിലുള്ള ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം, ഒരു കാര്യം ഉണ്ടോ, ഒരാളുടെ കയ്യിൽ ഉണ്ടോ, സമയമുണ്ടോ, ഇന്നേ കാര്യം അയാളുടെ കൈവശം ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുമെന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കുന്നത്. ഡൂഡേഴ്സിൻ്റെ യൂസേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരാളുടെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന് ഡൂഡസ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും പിന്നെ ഹാവ് എന്ന് പറഞ്ഞിട്ടുള്ള വേർബും. ഉദാഹരണത്തിന് നമ്മൾ അതിൻ്റെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിച്ചതാണ്. യു ആണെങ്കിൽ ഡു യു ഹാവ് എന്നാണ് ചോദിക്കുക. ഹി ആണെങ്കിൽ നമുക്ക് ഹീയുടെ കൂടെ ഒരിക്കലും ഡു ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഡസ് ഹി ഹാവ് എന്നാണ് പറയാം. അതേപോലെ ഡസ് ഷീ ഹാവ് എന്നാണ് പറയാം. ഡു ദേ ഹാവ് എന്നാണ് പറയാം. ഡു വി ഹാവ് എന്നാണ് പറയാം. ഇതങ്ങ് ബൈ ഹാർട്ട് ചെയ്തേച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ഏതിൻ്റെയൊക്കെ കൂടിയാണ് ഡൂഡസ് വരിക എന്നുള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, ഡസ് ഹി ഡു യു, നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടോ എന്ന് ചോദിക്കുവാൻ ഡു യു ഹാവ് എ കാർ. അതേ ചോദ്യം അവന് ഒരു കാർ ഉണ്ടോ എന്നാണെങ്കിൽ അത് സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് ഡസ് ഹി ഹാവ് എ കാർ ആൻഡ് ദ ആൻസർ വിൽ ബി നോ ഹി ഡസിൻ ബട്ട് ഹി ഹാസ് എ മോട്ടോർ ബൈക്ക്. അങ്ങനെ പറയാം. അപ്പോൾ ഡു യു ഹാവ് എ കാർ, ഡസ് ഹി ഹാവ് എ കാർ, ഡസ് ഷീ ഹാവ് എ കാർ, ഡു ദേ ഹാവ് എ കാർ, ഡു വി ഹാവ് എ കാർ. അങ്ങനെയാണ് വരിക. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഈ ആഴ്ച എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്. ഇതേ കാര്യം ഹി ആണെങ്കിൽ ഡസ് ഹി ഹാവ് എനി പ്ലാൻസ് ഫോർ ദി വീക്കെൻഡ്. അവന് ഈ ആഴ്ച എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നാണെങ്കിൽ എന്തായിട്ട് മാറും അത്? ഡസ് ഹി ഹാവ് എനി പ്ലാൻ ഫോർ ദിസ് വീക്കെൻഡ്. നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ എന്ന് ചോദിക്കുവാൻ ഡു യു ഹാവ് എനി സൈബ്ലിങ്സ്. അതേപോലെ അവന് സഹോദരങ്ങളുണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഡസ് ഹി ഹാവ് എനി സൈബ്ലിങ്. അവർക്ക് സഹോദരങ്ങളുണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഡു ദേ ഹാവ് എനി സൈബ്ലിങ്സ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട പുസ്തകങ്ങളുണ്ടോ? ഡു യു ഹാവ് എ ഫേവറേറ്റ് ബുക്ക്. അവൾക്ക് പ്രിയപ്പെട്ട പുസ്തകങ്ങളുണ്ടോ? ഡസ് ഷീ ഹാവ് എ ഫേവറേറ്റ് ബുക്ക്. ഈ പ്രൊജക്റ്റിൽ എന്നെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കുവാൻ പ്രൊജക്റ്റിൽ എന്നെ സഹായിക്കുവാൻ ഇവിടെ നിങ്ങൾക്ക് സമയമുണ്ടോ എന്നത് നിങ്ങളായതുകൊണ്ട് ഡു യു ഹാവ് ആണ്. യു ആയതുകൊണ്ട് ഡു യു ഹാവ് ടൈം ടു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രൊജക്റ്റ്. അതേ സ്ഥാനത്ത് ഇവിടെ അവന് ആണ് സമയമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അല്ല അവൾക്കാണെങ്കിൽ ഡസ് ഷീ ഹാവ് ടൈം ടു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രൊജക്റ്റ്. അടുത്തത്, ഈ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ അബൌട്ട് ദ അസൈൻമെന്റ്. അതേ കാര്യം ഷിയോ ഹിയോ ആണെങ്കിൽ ഡസ് ഹി ഹാവ് എനി ക്വസ്റ്റ്യൻ അബൌട്ട് ദി അസൈൻമെന്റ്. നിങ്ങൾക്ക് വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ഉണ്ടോ ആണെങ്കിൽ ഡു യു ഹാവ് എ പെറ്റ് അറ്റ് ഹോം. ഇൻ ദ കേസ് ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഹി, ഡസ് ഹി ഹാവ് എ പെറ്റ് അറ്റ് ഹോം. ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി അഭിപ്രായങ്ങൾ ചോദിക്കുവാനാണെങ്കിൽ ഡു യു ഹാവ് എൻ റെക്കമെൻഡേഷൻ ഫോർ എ ഗുഡ് റെസ്റ്റോറൻറ്റ്. അവനാണെങ്കിൽ ഡസ് ഹി ഹാവ് എൻ റെക്കമെൻഡേഷൻ ഫോർ എ ഗുഡ് റെസ്റ്റോറൻറ്റ്. എന്നോട് സംസാരിക്കുവാൻ കുറച്ച് സമയമുണ്ടോ എന്നാണെങ്കിൽ ഡു യു ഹാവ് എ മൊമെൻറ്റ് ടു ടോക്ക്. അതേപോലെ തന്നെ അവന് ആണ് സമയമുണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ഹി ഹാവ് എ മൊമെൻറ്റ് ടു ടോക്ക്. അപ്പോൾ എന്താണ് നമ്മൾ ബേസിക്കായി പഠിച്ചു വെക്കുന്നത്? അത് പൊസിഷനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മസ്റ്റായിട്ട് അതിൽ ഹാവ് ഉണ്ടാവും. പിന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അസേർട്ടീവ് അതായത് പോസിറ്റീവ് സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ഷീ ഹാസ് എ സിസ്റ്റർ എന്നാണ് പറയാം. നമ്മൾ ഐ ഹാവ് എ സിസ്റ്റർ എന്നും ഷീ ഹാസ് എ സിസ്റ്റർ എന്നാണ് പറയാം. പക്ഷേ ഇതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, വെദർ ഇറ്റ് ഈസ് WH ക്വസ്റ്റ്യൻ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് ക്വസ്റ്റ്യൻ ആണോ അതിൽ പിന്നെ ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാവ് തന്നെ ഉണ്ടാവുക. അതായത് ഷീ ഹാസ് എ സിസ്റ്റർ എന്ന് പറയാം. പക്ഷേ ചോദ്യത്തിൽ അവൾക്ക് സിസ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ഷീ ഹാവ് എ സിസ്റ്റർ ആണ്. ഒരിക്കലും ഡസ് ഷീ ഹാസ് എ സിസ്റ്റർ എന്ന് ചോദിക്കരുത്. ഇതാണ് ഇന്നത്തെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. കൂടുതൽ എക്സാമ്പിൾസ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.